സംസ്ഥാന ബജറ്റിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചെന്നാരോപിച്ച് ബജറ്റ് രേഖ കത്തിച്ച് ബിജെപിയുടെ പ്രതിഷേധം. മാവൂർ ഗ്വാളിയോർ റയോൺസിനെയും കോംട്രസ്റ്റിനെയും പരിഗണിച്ചില്ല. മെഡിക്കൽ കോളേജിനെയും അവഗണിച്ചെന്ന് ബിജെപി. മന്ത്രിമാരും എംഎൽഎമാരും കോഴിക്കോടെത്തിയാൽ തടയുമെന്ന് ബിജെപി നേതാക്കൾ. വിവരങ്ങളുമായി അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് വന്ന് ചേരുന്നത്. അജി, ഗുഡ് ആഫ്റ്റർനൂൺ. ബജറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ മലബാർ പാക്കേജ് ഉണ്ട്, മലബാറിൽ സ്റ്റേഡിയം ഉണ്ട്, ചില സ്മാരകങ്ങളുണ്ട്, അങ്ങനെ എന്തൊക്കെ കുറെ പ്രഖ്യാപനങ്ങൾ മലബാറുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അതിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചു. ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്തൊക്കെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് ഈ ബിജെപി ആവശ്യപ്പെടുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ബിജെപി പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മെട്രോ റെയിൽ മിനി മെട്രോ പ്രഖ്യാപനം നടത്തിയെങ്കിലും അതിൽ പോലും ഈ വലിയ തൂണുകൾ, 2 തൂണുകൾക്ക് സ്ഥാപിക്കാനുള്ള പണം മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൽ പോലും അവഗണനയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ബിജെപി പ്രധാനമായും പറയുന്നത്. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പോലും കാര്യമായി ഈ ബജറ്റിൽ ഒന്നും വകയിരുത്തിയില്ല. മാത്രമല്ല, കോംപ്രസ്റ്റ് അടക്കമുള്ള ഈ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാനമായും ബിജെപി പറയുന്നത്. അതായത് നിലവിൽ വകയിരുത്തിയ ഒരു തുക കൊണ്ട് ലൈറ്റ് മെട്രോയുടെ 2 തൂണുകൾ പോലും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന ഒരു ആക്ഷേപമാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അടക്കം പറയുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാരും ഒപ്പം തന്നെ എംഎൽഎമാരായ കെ ജയന്ത്, ഫൈസൽ ബാബു എന്നിവർ എത്തിക്കഴിഞ്ഞാൽ, അതായത് കോഴിക്കോട് നോർത്തിന്റെയും സൗത്തിന്റെയും എംഎൽഎമാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ തടയുമെന്നുള്ള ഒരു പ്രഖ്യാപനവും അവർ നടത്തി. പ്രതിഷേധത്തിനൊടുവിൽ ബജറ്റ് രേഖകൾ കത്തിച്ചാണ് ബിജെപി പ്രതിഷേധ പ്രകടനം കോഴിക്കോട് നടത്തിയത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.